എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകമാണ് നമ്മൾ വിഷയമായിട്ടെടുത്തിരിക്കുന്നത്. അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഭഗവത്ഗീതയിലെ 4-ാമത്തെ അധ്യായം ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിൽ 29-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് വെക്കുന്നത്. പ്രാണായാമ യജ്ഞമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. പ്രാണായാമത്തെ ഒരു യജ്ഞമായി ആയിട്ടാണ് ഭഗവാൻ അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ആ യജ്ഞത്തിൽ കൂടി ഒരു വ്യക്തിക്ക് ഏതൊക്കെ തലത്തിൽ എത്തിച്ചേരാം എന്നുള്ളതാണ്. ഭൗതികത്തിലും ആത്മീയമായ തലത്തിലും നേരത്തെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്, പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഭഗവത്ഗീതയിലെ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രാണായാമ യജ്ഞം വളരെ പ്രാധാന്യമുള്ളതാണ്. ആ ശ്ലോകം ആദ്യം നമുക്കൊന്ന് നോക്കാം. അപാനേ ജുഹ്യതി പ്രാണം പ്രാണേ അപാനം തഥാപരേ പ്രാണ അപാനഗതിരുത്വ പ്രാണായാമ പരായണ. അതാണ് ഈ ശ്ലോകം എന്ന് പറയുന്നത്. ഇതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ചില ഋഷികൾ, അതായത് യോഗികൾ, അപാനവായുവിൽ പ്രാണവായുവിനെയും മറ്റു ചിലർ പ്രാണവായുവിൽ അപാനവായുവിനെയും ഹോമിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രാണൻ്റെയും അപാനൻ്റെയും ഗതിയെ തടഞ്ഞ്, എങ്ങനെയാണ് ഗതിയെ തടയുക? കുംഭകം വഴി. നേരത്തെ ഞാൻ പറയണ്ടായിരുന്നു, പ്രാണായാമം ചെയ്യുന്നതിന് 3 തലങ്ങളുണ്ട്. ഒന്ന് പൂരകം, രേചകം, കുംഭകം. ഇത് കുംഭകം വഴി തടയുകയാണ് ചെയ്യുന്നത്. തടഞ്ഞിട്ട് അവർ പ്രാണായാമത്തിൽ തന്നെ മുഴുകിയിരിക്കുന്നു എന്ന് പറയുന്നു. ഇത് പ്രാണായാമ യജ്ഞമാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. ലളിതമായ ഒരു വിവരണമാണ് ഭഗവാൻ കൃഷ്ണൻ ഇത് പറഞ്ഞിരിക്കുന്നത്. ശ്രീകൃഷ്ണയുടെ ശ്വസന നിയന്ത്രണത്തെ ഒരു യജ്ഞമായിട്ട് കരുതിയാണ് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ പ്രാധാന്യമുള്ളതാണ്, അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണത് പറഞ്ഞിരിക്കുന്നത് നോക്കാം. യോഗി തൻ്റെ ശ്വാസത്തെ നിയന്ത്രിച്ച് ആന്തരികമായ ശുദ്ധീകരണം നടത്തുന്നു എന്നാണ് പറയുന്നത്. അപാനേ പ്രാണം ജുഹ്യതി, അതായത് പൂരകം. അപാനേ പ്രാണം ജുഹ്യതി, പുറത്തു നിന്നുള്ള വായുവിനെ ഉള്ളിലേക്ക് എടുക്കുന്നു, പൂരകം ചെയ്യുന്നു. ആ പ്രക്രിയയാണ് അപാനേ പ്രാണം ജുഹ്യതി എന്ന് പറയുന്നത്. ഇവിടെ പ്രാണവായു അപാനവായുവിലേക്ക് ലയിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രാണേ അപാനം ജുഹ്യതി, രേചകം ചെയ്തു, ഉള്ളിലുള്ള വായുവിനെ പുറത്തേക്ക് വിടുന്ന പ്രക്രിയ. ഇവിടെ അപാനവായു പ്രാണവായുവിലേക്ക് ഹോമിക്കപ്പെടുന്നു. പ്രാണ അപാന ഗതിരുത്വ, ശ്വാസത്തെ ഉള്ളിലോ പുറത്തോ തടഞ്ഞു നിർത്തുന്ന അവസ്ഥ, അതാണ് കുംഭകം എന്ന് പറയുന്നത്. അന്തർകുംഭകവും ബഹിർകുംഭകവും വളരെ പ്രാധാന്യമുള്ളൊരു സംഭവമാണ്. ഏതൊരു മനുഷ്യനും അവൻ്റെ ജീവിതത്തിൽ മനസ്സിനെ ചിട്ടപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ, അതായത് കോൺസെൻട്രേഷൻ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കുംഭകം ചെയ്താൽ, പ്രാണായാമം ചെയ്താൽ കുറേയേറെ സാധിക്കും. പക്ഷേ അതിൻ്റെ 3-ാമത്തെ തലമായ കുംഭകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും അവൻ്റെ ജീവിതത്തിൽ മനസ്സിനെ അവന് ചിട്ടപ്പെടുത്താൻ സാധിക്കും, കോൺസെൻട്രേഷനിൽ കൊണ്ടുപോകാനും സാധിക്കും. അപ്പം ശ്വാസത്തെ ഉള്ളിലോ പുറത്തോ തടഞ്ഞു നിർത്തുന്ന അവസ്ഥയ്ക്കാണ് ഈ പറയുന്നത്. ശ്വസന പ്രക്രിയ നിശ്ചലമാകുമ്പോൾ മനസ്സ് ഏകാഗ്രമാകുകയും ഇന്ദ്രിയങ്ങൾ അടങ്ങുകയും ചെയ്യുന്നു. ഇന്ദ്രിയങ്ങൾ എപ്പോഴും അഭിലഷിച്ചുകൊണ്ടിരിക്കുന്നത് പുറത്തേക്കുള്ള ഗമനമാണ്, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ തടഞ്ഞു വെക്കാൻ അത്യാവശ്യമായിട്ട് നമ്മൾ അറിയേണ്ടത് കുംഭകം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കുംഭകം ചെയ്യുമ്പോൾ പുറത്തുനിന്നെടുത്ത വായു, അപാനനും പ്രാണനും, ഞാൻ നേരത്തെ ഇതിനെക്കുറിച്ച് കൃത്യമായി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് അപാനൻ, എന്താണ് പ്രാണൻ എന്നുള്ളത്. ഓരോന്നിൻ്റെയും കടമയും അത് ശരീരത്തിൽ നിർവഹിക്കുന്ന ഏതൊക്കെ വ്യവസ്ഥകളാണ്, എവിടൊക്കെയാണ് ഇരിക്കുന്നത്, അതിൻ്റെ ജോലി എന്താണ്, ഇതെല്ലാം നേരത്തെ പറഞ്ഞതിട്ടുണ്ട്. അപ്പോൾ ഇത് വ്യക്തമായിട്ട് ധരിച്ചാൽ മാത്രമേ ഒരു വ്യക്തിക്ക് മനസ്സിൻ്റെ കോൺസെൻട്രേഷൻ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. മനസ്സിൻ്റെ കോൺസെൻട്രേഷനിൽ എത്തുന്ന വ്യക്തിക്ക് അവൻ്റെ ഇന്ദ്രിയങ്ങളെ നിയമിത രൂപത്തിൽ കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ എന്തു ചെയ്യും, എപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ എന്തെങ്കിലും ഇന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നടക്കുന്നതാണ്. ജ്ഞാനേന്ദ്രിയങ്ങൾ അത് എടുത്ത് കർമ്മേന്ദ്രിയങ്ങളിൽ കൊടുത്ത് കർമ്മേന്ദ്രിയങ്ങൾ ഫങ്ഷൻ ചെയ്യുന്ന സമയത്താണ് മനസ്സും കൂടി ഉൾപ്പെട്ടുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിനെ ഒന്ന് പിടിച്ചു മാറ്റി ഏകാഗ്രതയിൽ കൊണ്ടുവരുമ്പോൾ മനസ്സ് ഇന്ദ്രിയങ്ങളുമായിട്ട് അടുക്കാൻ നിൽക്കുന്നിടത്തോളം കാലം ഇന്ദ്രിയങ്ങൾ കൂടുതൽ ഫങ്ഷൻ ചെയ്യത്തില്ല. അതുകൊണ്ട് എന്ത് പറഞ്ഞു, ഇന്ദ്രിയങ്ങളെ സാവധാനം നിയമിത രൂപത്തിലാക്കണമെങ്കിൽ നീ തീർച്ചയായിട്ടും നിൻ്റെ മനസ്സിൻ്റെ ഏകാഗ്രത അത്യാവശ്യമാണ്. അത് പ്രാണായാമത്തിൽ കൂടി മാത്രമേ സാധിക്കൂ എന്ന് പറയും. അപ്പോൾ എന്താണ് ഈ ശ്ലോകത്തിൻ്റെ കാതൽ എന്നത് പ്രാണായാമമാണ്. വെറുമൊരു വ്യായാമമല്ല ഈ പ്രാണായാമം എന്ന് പറയുന്നത്. മറിച്ച്
മനസ്സെ നിയന്ത്രിക്കാനുള്ള ഒരു ആത്മീയ യജ്ഞമാണ് എന്നാണ് പ്രാണായാമത്തെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് പ്രാണായാമ യജ്ഞം എന്ന് ഭഗവാൻ പറയുന്നത്. യജിക്കുക എന്നാണ് പറയുന്നത്. അതായത് ഒരു വസ്തുവിനെ നമ്മളിപ്പോൾ ഹോമം നടത്തുമ്പോൾ ദ്രവ്യങ്ങൾ യജിക്കുന്നുണ്ട്, അതായത് അതിലേക്ക് ഹോമിക്കുക ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ പ്രാണായാമം എന്ന് പറയുന്നത് യജനമാണ്. ആത്മാഹൂതി ചെയ്താണ്, അതായത് ആത്മാ തത്വത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യജിക്കേണ്ട ഒരു തലത്തിലേക്ക് വരും, യജ്ഞം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് തീർച്ചയായിട്ടും മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരു വ്യക്തിക്ക് ഈ പ്രാണായാമത്തെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടാവുകയും അത് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവുകയും ചെയ്യും. അപ്പം ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്ലോകത്തിൻ്റെ വ്യംഗ്യാർത്ഥം എന്ന് പറയാം, അല്ലെങ്കിൽ അതിൻ്റെ വളരെ സംക്ഷിപ്തമായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണനും അപാനനും, പ്രാണനിരിക്കുന്ന ഹൃദയത്തിലും അപാനിരിക്കുന്നത് എന്താണ്, നാഭിക്ക് താഴെയാണ്. നേരത്തെയുള്ള ആ വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ടെണ്ണത്തിനെയും മധ്യഭാഗത്ത് കൊണ്ടുവന്ന് യജ്ഞഭാവേന, അതായത് രണ്ടിനെയും ഒന്നിൽ തന്നെ സംയോജിപ്പിച്ചാൽ അത് മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക് വഴിതെളിക്കുകയും അതുപോലെ ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്യാൻ സാധിക്കുമെന്ന് ഭഗവാൻ ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഇതേ അധ്യായത്തിൽ, അതായത് ജ്ഞാനകർമ്മ സന്യാസത്തിലെ അടുത്ത ശ്ലോകം 30ാമത്തെ ശ്ലോകം നോക്കാം. ഈ ശ്ലോകത്തിൽ കൃത്യമായിട്ട് നിയതമായ, അതായത് ആഹാരത്തിൻ്റെ കാര്യം കൂടി പറയുന്നുണ്ട്, അതിനോടൊപ്പം പ്രാണൻ്റെയും കാര്യം അതിൽ പറയുന്നുണ്ട്. ആ ശ്ലോകം നമുക്ക് നോക്കാം. അവരെ നിയതാഹാര പ്രാണൻ പ്രാണേഷു ജുഹ്യതേ സർവേപ്യതേ യജ്ഞവിദോ യജ്ഞക്ഷവിത കലുഷ എന്നാണ് ഭഗവാൻ്റെ അർത്ഥം. നോക്കാം. മറ്റു ചിലരാകട്ടെ ആഹാരം നിയന്ത്രിച്ച് നിയമത ആഹാരം, അതായത് നിയമദുരൂപത്തിൽ ആഹാരം കഴിച്ച് പ്രാണശക്തിയെ പ്രാണനിൽ തന്നെ ഹോമിക്കുന്നു. ഇവരെല്ലാം യജ്ഞത്തെക്കുറിച്ച് അറിയുന്നവരും യജ്ഞത്തിലൂടെ പാപങ്ങൾ നശിപ്പിക്കുന്നവരുമാണെന്ന് ഭഗവാൻ ഇത് പറയുന്നു. അപ്പോൾ ഇതിനകത്തിൽ ഒരു പ്രത്യേക കാര്യം നമ്മൾ അറിയേണ്ടതുണ്ട്. കുംഭകം നമ്മൾ കഴിഞ്ഞതിനകത്ത് പറഞ്ഞു. കുംഭകം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തർകുംഭവും ബഹിർകുംഭവുമാണ് പറഞ്ഞത്. അപ്പോൾ അന്തർകുംഭത്തിലും ബഹിർകുംഭത്തിലും ഒന്നുകിൽ അകത്ത് പിടിച്ചു നിർത്തുക ശ്വാസത്തിനെ, അല്ലെങ്കിൽ പുറത്ത് പിടിച്ച് ശ്വാസം മൊത്തം വിട്ടതിന് ശേഷം പുറത്ത് നിർത്താൻ പറയും. ഏതൊരു വ്യക്തിക്കാണോ അത് സാധിക്കുന്നത് അവന് കുംഭകതലത്തിൽ തന്നെ മനസ്സിനെ ചിട്ടപ്പെടുത്തി ഏകാഗ്രപ്പെടുത്തി ഇന്ദ്രിയങ്ങളെ നിയമിത രൂപത്തിൽ കൊണ്ടുവരാം എന്ന് ഭഗവാൻ പറഞ്ഞു. എന്നാൽ അടുത്തതിൽ കേവല കുംഭകം എന്താണെന്നാണ് പറയുന്നത്. ഈ കുംഭകവും കേവല കുംഭകത്തെക്കുറിച്ച് അറിവുള്ളവരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. നമ്മുടെ കൂടുതലും നമ്മുടെ യോഗികളാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സാധാരണക്കാർക്ക് ഇതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് കേവല കുംഭകത്തെക്കുറിച്ച് കൂടുതൽ ആരും പറയാത്തത്. എല്ലാ അറിവും നല്ലതാണ്. അറിവ് ഒരു കാരണവശാലും മാറ്റിവെക്കരുത്. ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മൾ അറിവിനെ ഒരു കാരണവശാലും മാറ്റിവെക്കാൻ പാടില്ല. അപ്പോൾ അറിവ് വേണം, ഇതിനെക്കുറിച്ചെല്ലാം അറിവ് വേണം. ആ അറിവ് നേടിയെടുക്കുന്ന വ്യക്തിക്ക് ഈ ജന്മം അല്ലെങ്കിൽ വരും ജന്മങ്ങൾ അതിൻ്റെ പ്രയോജനം ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് കേവലകുംഭം നോക്കാം. പ്രാണായാമത്തിൻ്റെ ഉന്നതമായ ഒരവസ്ഥയാണ് കേവലകുംഭം എന്ന് പറയുന്നത്. കുംഭകത്തിന് തന്നെ 3 പ്രാണായാമത്തിന് തന്നെ 3 ഘട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞു. പൂരകം, രേചകം, കുംഭകം എന്ന് പറഞ്ഞു. കുംഭകത്തിന് ഇനിയും 3 തലങ്ങളുണ്ട്. ഒന്ന് സഹിത കുംഭകം, അതായത് സഹിത കുംഭകം ചിലരെ കേട്ട് കാണും. ബോധപൂർവം ശ്വാസം എടുത്തോ വിട്ടോ ശ്വാസം അടക്കി പിടിക്കുന്ന രീതിയാണ് സഹിത കുംഭകം. അതായത് നമ്മൾ പറഞ്ഞ ആദ്യത്തെ കുംഭകത്തിനാണ് സഹിത കുംഭകം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് കേവല കുംഭകമാണ്. കേവല കുംഭകം യാതൊരു പ്രയത്നവുമില്ലാതെ പൂരകരേചകങ്ങളില്ലാതെ തന്നെ ശ്വാസം തനിയെ എടുക്കുന്ന അല്ലെങ്കിൽ നിലയ്ക്കുന്ന അവസ്ഥയ്ക്കാണിത് കേവല കുംഭകം എന്ന് പറയും. ആദ്യത്തേത് സഹിത കുംഭകത്തിൽ നമ്മൾ ശ്വാസത്തെ എടുത്ത് നിർത്തി പിന്നെ ശ്വാസം വിട്ടു. ഇവിടെ രണ്ടാമത്തേതിൽ കേവല കുംഭകത്തിൽ നമുക്കൊരു കാരണവശാലും അതിൻ്റെ പ്രത്യേകത സ്വാഭാവികത അതിൻ്റെ ഇതെന്ന് പറയുന്നത്. അതായത് ശ്വാസം അകത്തേക്ക് എടുക്കുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യാതെ തന്നെ സാമാന്യമായിട്ടൊരു വ്യക്തി കുംഭകം ചെയ്യുന്ന രീതിനെയാണ് കേവല കുംഭകം എന്ന് പറയുന്നത്. അപ്പോൾ കേവല കുംഭകത്തിൽ അടുത്തത് ഒരു വ്യക്തി കേവല കുംഭകത്തിൽ തന്നെ അടുത്ത തലമെന്ന് പറയുന്നത് ഒരു വ്യക്തി കൃത്യമായിട്ട് ശ്വാസം ഇത് അറിയാതെ എടുക്കുമെന്ന് പറഞ്ഞു. മറ്റെന്താണ്, ഒരു വ്യക്തിക്ക് യാതൊരു വിധത്തിലും
ശ്വാസത്തെക്കുറിച്ച് അറിവില്ലാത്ത ഒരവസ്ഥ വരും. മറ്റേ അതിൽ അറിവുണ്ട്, കേവല കുംഭത്തിൻ്റെ സെക്കൻഡ് സ്റ്റേജിൽ അറിവുണ്ട്. മൂന്നാമത്തേതിൽ അതും ഇല്ലാത്ത ഒരവസ്ഥയ്ക്ക് വരുന്നതാണ് ശ്വാസത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല നിൽക്കുന്ന തലമാണ് കേവല കുംഭത്തിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ശ്വാസം നിലയ്ക്കുമ്പോൾ മനസ്സ് പൂർണ്ണമായി നിശ്ചലമാവുകയും ഏകാഗ്രത കൂടുതൽ ലഭിക്കുകയും ചെയ്യുന്നു. ഭഗവത്ഗീതയിൽ പറയുന്ന പ്രകാരം പ്രാണനെ പ്രാണനിൽ ഹോമിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ദ്രിയങ്ങളെയും പ്രാണനെയും നിയന്ത്രിച്ച് മനസ്സിനെ ആത്മാവിൽ ലയിപ്പിക്കുക എന്നുള്ളതാണ്. ആത്മാവെന്ന തത്വത്തെക്കുറിച്ച് തിരിച്ചറിവുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സംഭവം നമ്മൾ ചെയ്യുന്നത്. അത് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആത്മതത്വത്തെക്കുറിച്ച് അറിയുന്ന വ്യക്തികൾക്ക് അവർക്കുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ആരെങ്കിലും അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു തലത്തിൽ കേവല കുംഭകം ചെയ്ത് ശീലിക്കുക. അത് കഴിഞ്ഞ് കേവല കുംഭകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആത്മതത്വത്തെ അടുത്തറിയാൻ സാധിക്കും എന്ന് പറയും. എൻലൈറ്റൻമെൻറ്റിലേക്ക് പോകും. ആത്മജ്ഞാനത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആത്മസാക്ഷാത്കാര പദവിയിൽ എത്താൻ സാധിക്കുന്ന ഒന്നാണ് കുംഭകം എന്ന് പറയും. ചുരുക്കത്തിൽ ശ്വാസോച്ഛ്വാസം നിലച്ച് മനസ്സ് പൂർണ്ണമായും ബ്രഹ്മത്തിൽ അഥവാ ആത്മസാക്ഷാത്കാരത്തിൽ അല്ലെങ്കിൽ ആത്മരൂപത്തിൽ കേന്ദ്രീകരിക്കുന്ന അവസ്ഥയാണ് യോഗികൾ കേവല കുംഭകം എന്ന് വിളിക്കുന്നത്. ഇത് പലർക്കും അജ്ഞാതമാണ്. എങ്കിൽ പോലും ഇതൊരറിവായിട്ട് സ്വീകരിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതപാതയിൽ ആത്മീയ തലത്തിൽ വളരെയധികം മുന്നേറ്റം ഉണ്ടാകുമെന്നുള്ളത് 100% ഗ്യാരണ്ടിയുള്ള കാര്യമാണ്. ഇന്നത്തെ ഈ എളിയ വീഡിയോ, അതായത് നമ്മുടെ വിഷയം ഇവിടെ നിർത്തുകയാണ്.